ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കുക. നല്ലൊരു ഒന്നാം തരം ഇഞ്ചിപ്പുളി. അപ്പം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് പൊടിയായിട്ട്. ഇതാണ് ഇഞ്ചി അരിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇഞ്ചിയുടെ പരിപാടി ചട്ടി വെച്ചു, ആയി വെച്ചു. ആയിൽ ചൂടാവണം. അപ്പൊ ഇഞ്ചി നമ്മള് ആയിലോട്ട് ഇടുക. അരിഞ്ഞ് വെച്ച ഇഞ്ചി നല്ല ബ്രൗൺ കളർ വന്നു. അപ്പൊ നമ്മുടെ ഇഞ്ചി ഇങ്ങനെ വറുത്തോണ്ടിരിക്കുക. കണ്ടോ, എണ്ണയിൽ കിടന്ന് മൂക്കുക. ബ്രൗൺ കളറാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഇഞ്ചിപ്പുളി കൂട്ടാന്. പക്ഷെ നമ്മളൊന്ന് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട് ഇഞ്ചിയുടെ, സൂപ്പർ മണം. മണം വരുന്നില്ലയോ? അതാ ഇഞ്ചിയുടെ മണം. നല്ല സൂപ്പർ ഇഞ്ചി കേട്ടോ. അതുകൊണ്ട പൊട്ടിഞ്ചി ആണെന്ന് ഇങ്ങനെ വരില്ല. ഇനി പറഞ്ഞു ബ്രൗൺ ഇല്ലേ? ഭയങ്കര ചൂടപ്പ, വിയർത്ത് ഒഴുകുക. രാത്രിയും പകലും മൊത്തം ചൂട. ഇത് ചെയ്യാൻ ജൂണ് മഴയുണ്ടാവുമല്ലോ, ആർക്കറിയാം. മഴ വന്നാൽ രക്ഷപ്പെട്ടു. മഴ വരുമ്പോ മഴയാന്നു, വെയിലാകുമ്പോ വെയിലാണ്. ഏതാ പിടിക്കുക? രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോണം, അത്രേ ഉള്ളൂ. കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് പോകുന്നു. ഈ ചേമ്പിന്റെ ചിപ്സ് മാതിരി ഉണ്ട്. പെട്ടെന്ന് നോക്കിയാൽ ഇഞ്ചി എന്ന് ആരും പറയില്ല. ബ്രൗൺ ആയി വരുന്നുണ്ട്. കളർ മാറി വരുന്നുണ്ടാവും. നല്ല ബ്രൗൺ ആവണം, ക്ലിയർ ആണ്.
ഏകദേശം ചൂടായി എന്താ ചൂടിൻ്റെ അവിടെ പിടിക്കുന്നു. ബ്രൗണായി അല്ലേ? കോരുക. അപ്പം ആ എണ്ണയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തേങ്ങ കൊത്തിട്ടു. തേങ്ങ കൊത്തിട്ട് അതൊന്ന് ഇളക്കുക. തേങ്ങ കൊത്തിട്ട് ഇളക്കി അതിനൂടെ 2 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. അതുകൂടെ ഇളക്കുക. തേങ്ങ കൊത്തിട്ടു, 2 വറ്റൽ മുളക് കട്ട് ചെയ്തിട്ടു, പിന്നെ വെളുത്തുള്ളി തേങ്ങ കൊത്തൊന്ന് മൂക്കണം. വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. പച്ചയിലുണ്ട് പൊട്ടി. അപ്പോൾ നമ്മള് തേങ്ങ കൊത്തിട്ടു, അതിൻ്റെ കൂടെ വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവിടെ ഇട്ടു. വെള്ളം ഒഴിക്കുന്ന പെരുക്ക് ഒഴിക്കും. തേങ്ങ ശകലം മൂക്കണം. അതുകൊണ്ടെങ്കിൽ ഇഞ്ചിപ്പുളി അങ്ങോട്ട് ഇട്ടുപോകും. അതിൻ്റെ കൂടെ ശകലം മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി അതിൻ്റെ കൂടെ മുളക് പൊടി, കാശ്മീർ ചില്ലിപ്പൊടി എല്ലാം കൂടെ കഴിച്ചാൽ വയറ് ഈ ചൂടിന് വയറ് കലക്കും. പറയാൻ പറ്റത്തില്ല. അതെ, ശകലേ കഴിക്കും. അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തു. ശകലം ഉലുവപ്പൊടി ഇടുന്നു. ഉലുവപ്പൊടി ഇട്ടു.
കായ്പൊടി. കായപ്പൊടി. അടുത്തത് കായപ്പൊടി ഇടുകയാണ്. ഇച്ചിരി കൂടുതൽ കിട്ടും. ആ മതി. കായപ്പൊടി ഇട്ടു. എല്ലാം കൂടെ ഇളക്കുക. അടുത്ത പരിപാടി ഉപ്പ്, സോൾട്ട്, ഉപ്പ് പൊടി ഉപ്പ് കറണ്ട് ഇല്ലല്ലോ പൊടിക്കാൻ. കറണ്ട് വരട്ടെ, ഇത് നോക്കാം. അതിൻ്റെ കൂടെ കറണ്ട് പോയിരിക്കുക. കറണ്ട് വന്നിട്ട് പൊടിക്കാനൊക്കെ. അതിൻ്റെ കൂടെ നമ്മള് തിളപ്പിച്ചെടുത്ത് ഇഞ്ചിപ്പുളി, ഇപ്പൊ പുളി കലക്കി സമയത്ത് രാവിലെ എത്ര പ്രാവശ്യം കറണ്ട്. ഇൻവെർട്ടർ ഉണ്ട്, എന്നാലും പെട്ടെന്ന് അരച്ചാൽ ഉള്ള പവർ പോകും. അതുകൊണ്ട് പുളി ഒഴിക്കുകയാണ്. പുളി ഒഴിച്ചു. കറണ്ട് വന്നിട്ടേ ഉള്ളൂ. ഇനി കറണ്ട് വന്ന ശേഷമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. ഞാൻ വീഡിയോ ഇവിടെ നിർത്തുക. പിന്നെ ശേഷം ഇപ്പോഴാണ് കറണ്ട് വന്നത്. ഇത്രയും നേരം കറണ്ട് പോയി ഒരുപാട് നേരം. ഇപ്പൊ വന്നു. മിക്സിയില് അത് അരച്ചു. ഇതാണ് അരച്ചു. ഇഞ്ചി വറുത്തത് പൊടിച്ചു. ഇപ്പൊ അത് ഇതിന്റെ കൂടെ തട്ടി, ഏത് നമ്മളെ മസാലയുടെ കൂടെ തട്ടി നല്ല മണം വരുന്ന സൂപ്പർ മണം. ചില കല്യാണങ്ങളിലൊക്കെ പോകുമ്പോ ഇഞ്ചിപ്പുളി വിളമ്പും. അവിടെ ഹാളി എടുക്കുന്ന മണം ഇല്ല. അതേമാതിരി നമ്മുടെ വീട്ടിൽ തൊട്ട് ഇവിടെ വെച്ച മണം 10 വീടിനപ്പുറം പോകും. ഇഞ്ചിയുടെ മണം ഭയങ്കരമല്ലോ. പിന്നെ ഓണത്തിനൊക്കെ ഓരോരുത്തർ ഇഞ്ചിപ്പുളി ഉണ്ടാക്കും. അപ്പം ഇതാണ്ട് വെള്ളം ഒഴിച്ചു. അതിന്റെ ബാക്കി ഇനി അത് നല്ല തിളയ്ക്കണം. ഇളക്ക് സൂപ്പർ ഇളക്കം തിളയ്ക്കണം. ഉപ്പിട്ട ഒരു ശകലം ഇടും. കയ്പുണ്ടോ മാറും. അല്ലേ പറയുക. ശരി, ശകലം ഒരു സ്പൂൺ. ഒരു സ്പൂൺ നമ്മുടെ ഈ ശർക്കര പൊടിച്ചത് അത് വിനീഗർ ഒഴിക്കാൻ പോവാ. വിനീഗർ കെട്ടുപോയിരിക്കും. മതി. എല്ലാം ഒഴിച്ച് എല്ലാം റെഡിയായി. അങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. കട്ടിയാ ശകലം വെള്ളം ഒഴിക്കും. കട്ടിയാകുമ്പോ നമുക്ക് പെട്ടെന്ന് കാലിയാവും. ചൂടെ ഒഴിക്കാം. ശകലൂടെ ഒഴിക്കാം. ശരി. അപ്പൊ എല്ലാം ഏകദേശം ഇച്ചിരി വെള്ളം ഒഴിച്ചു റെഡിയായി. തിളയ്ക്കണം. തിളച്ച് വരുമ്പോ പറയാം. ടേസ്റ്റ് നോക്കണം. പിന്നെ ടേസ്റ്റ് നോക്കാതെ കാര്യമുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാ. ഒരു ശകലം ഇടണം. പുളിയൊക്കെ ഉണ്ട്. ശകലം ചൂട് മതി. സൂപ്പറാണ്. തേങ്ങപ്പത്തും ഇട്ട് അടിപൊളി. തേങ്ങാക്കൊട്ട് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോ ചിലവര് ചേർക്കത്തില്ല. ഇഞ്ചിപ്പുളി. അങ്ങനെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. കേട്ടോ ഗൈസ്. അപ്പൊ വീഡിയോ ഇവിടെ ചെയ്ത് നിർത്തുക. താങ്ക് യു സോ മച്ച്.